ഇത് കാറ്റാടിമല. കന്യാകുമാരിക്കടുത്തുള്ള ഈ ദേശം ഇന്ന് അറിയപ്പെടുന്നത് വിശുദ്ധ ദൈവസഹായം പിള്ള രക്തസാക്ഷ്യം വരിച്ചതിലൂടെയാണ്. മുൻപൊരിക്കൽ ഇടവകയുടെ ദേവാലയ തീർത്ഥാടന യാത്രയുടെ ഭാഗമായി ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരാൻ കഴിയുമെന്ന് വിചാരിച്ചതേയല്ല. പക്ഷേ ഒരിക്കൽ കൂടി ഇവിടെ വരാൻ ഞങ്ങൾക്ക് മറ്റൊരു കാരണമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടവകയുടെ മുൻ വികാരി അച്ഛനെ ശുശ്രൂഷ ചെയ്തിരുന്ന ഫാദർ ഷൈജു പള്ളിച്ചാങ്കുടിയിൽ അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് തിരുവനന്തപുരത്തിനടുത്തുള്ള പള്ളിച്ചൽ എന്ന ഈ പ്രദേശത്താണ്. സെൻറ്റ് ഫ്രാൻസിസിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയത്തിലാണ് അച്ഛനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. അച്ഛനോടുള്ള ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ അച്ഛൻ്റെ ബന്ധവുമാണ് വീണ്ടും ഒരിക്കൽ കൂടി ഈ തിരുവനന്തപുരത്തും ഈ വിശുദ്ധ ദൈവസഹായം പിള്ള ഇവിടെ നാമധേയത്തിലുള്ള ഈ കാറ്റാടിമലയിൽ വരാനും ഞങ്ങൾക്ക് വീണ്ടും ഒരു ഭാഗ്യമുണ്ടായത്. ഇവിടെയുള്ള ഞങ്ങളുടെ യാത്രയുടെ എല്ലാ ക്രമീകരണങ്ങളും ഷൈജു അച്ഛനാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ മാമ്പൂൽ ഇടവകയുടെ വികാരി അച്ഛൻ ജോയ്സ് അച്ഛനോടൊപ്പം വിശ്വാസ പരിചയം ഞങ്ങൾ 14 പേരാണ് ഈ യാത്രയ്ക്ക് ഒരുങ്ങി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കാറ്റാടിമലയ്ക്ക് ഒരു ചരിത്രമുണ്ട്. വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ ലഘു ജീവചരിത്രം. നീലകണ്ഠപിള്ള ഭാരതത്തിൽ തെക്കേറ്റത്തുള്ള കന്യാകുമാരി ജില്ലയിൽ നട്ടാലം എന്ന സ്ഥലത്ത് സുദേവൻ നമ്പൂതിരിയുടെയും ദേവകിയമ്മയുടെ മകനായി 23/4/1712 നീലകണ്ഠപിള്ള ജനിച്ചു. തമിഴ്, മലയാളം, സംസ്കൃതം എന്നീ ഭാഷകൾക്ക് പുറമേ പല കലകളിലും ശൈശവത്തിൽ തന്നെ അദ്ദേഹം പ്രാവീണ്യം നേടി. തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിൽ നിയമിച്ചു. പത്മനാഭപുരം അരമനയിൽ ചുറ്റും കോട്ടം നിർമ്മിക്കാനുള്ള ചുമതലയും നീലകണ്ഠസ്വാമി ക്ഷേത്ര ചുമതലയും അദ്ദേഹത്തിന് നൽകി. 1741 തിരുവിതാംകൂർ ഡച്ച് സൈന്യങ്ങൾക്കിടയിൽ തന്ന യുദ്ധത്തിനൊടുവിൽ മാർത്താണ്ഡവർമ്മ ഡച്ച് ദളപതിയായിരുന്ന ഡിലനോയെ യുദ്ധ തടവുകാരനായി കൊണ്ടുവന്നു. പിന്നീട് ഡിലനോയെ തൻ്റെ പടത്തലവനായി നിയമിച്ചു. ക്രൈസ്തവനായ ഡിലനോയുമായുള്ള നീലകണ്ഠപിള്ള അടുത്തിടപഴകുവാനുള്ള സാഹചര്യമുണ്ടാവുകയും അങ്ങനെ അവർ അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. ഇക്കാലത്ത് നീലകണ്ഠപിള്ള തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ പല ദുരിതങ്ങളും നഷ്ടപ്പെടലുകളും അനുഭവിക്കാനിടയായി. ഈ അവസരത്തിൽ ഡിലനോയി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയുണ്ടായി. ഈ ലോക സന്തോഷങ്ങളും സമ്പാദ്യങ്ങളും ഒരു നാൾ നശ്വരമായി തരും, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അനശ്വരമായ സ്വർഗഭാഗ്യം നേടുവാൻ ഉപകരിക്കും എന്ന് പറഞ്ഞ് പഴയ നിയമത്തിലെ ജോബിൻ്റെ കഥ അദ്ദേഹം വിവരിച്ചു കൊടുത്തു. ഇത്രയും ദുരിതങ്ങളുടെ നടുവിലും ജോബ് ദൈവസന്നിധിയിൽ നീതിമാനും വിശ്വസ്തനുമായിരുന്നതിനെ പറ്റി വിവരിച്ചു കൊടുത്തു. ഇതിനുശേഷം ക്രൈസ്തവ വിശ്വാസത്തെപ്പറ്റിയും ആഴത്തിൽ പഠിച്ചറിഞ്ഞ നീലകണ്ഠപിള്ള യേശുക്രിസ്തുവിൽ താൻ ദൃഢമായി വിശ്വസിക്കുന്ന ഏറ്റുപറഞ്ഞു. 14/5/1745 വടക്കൻ കുളത്തിൽ സ്വർഗാരോപിത രാജ്ഞിയുടെ ദേവാലയത്തിൽ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവസഹായം ലാസർ എന്ന പേര് സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പത്നി ഭാർഗവിയമ്മയും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ജ്ഞാനപ്പൂമാൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച അദ്ദേഹം മനുഷ്യരെല്ലാവരും സമന്മാരാണെന്നും ജാതി, മതം, സമുദായം ഇവയുടെ പേരിൽ ഉയർന്നവൻ താഴ്ന്നവർ എന്ന വരമ്പുകൾ തീർക്കുന്നത് തെറ്റാണെന്നും തീണ്ടായ്മ ഒരു പാപമാണെന്നും ജനങ്ങൾക്കിടയിൽ പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. മാത്രമല്ല താഴ്ന്ന ജാതിയിലുള്ളവരുടെ അനുഭാവപൂർവ്വം ഇടപഴകുവാൻ തുടങ്ങി. അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്തു. ഇക്കാരണത്താൽ താൻ ജനിച്ചു വളർന്ന ഉയർന്ന കുലത്തിലെ ചിട്ടപട്ടങ്ങൾ തൃണവത്കരിച്ച് പൂർവികരെയും ദൈവങ്ങളെയും പൂജാരിമാരെയും എന്തിനധികം മഹാരാജാവിനെയും തന്നെ താഴ്ത്തി സംസാരിച്ച് അപമാനിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. കുറ്റപത്രം സ്വീകരിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ദൈവസഹായം പിള്ള അഥവാ നീലകണ്ഠപിള്ളയെ കയ്യാമം വെച്ച് 23/2/1749 ജയിലിലടച്ചു. പിന്നീട് രാജകൽപ്പന പ്രകാരം അദ്ദേഹത്തെ വിലങ്ങണയിച്ച് നഗരങ്ങൾ തോറും വലിച്ചിഴിച്ച് മർദ്ദിച്ച് അവശനാക്കി അപമാനിച്ചു. ഈ കൊടും ക്രൂര പീഡനങ്ങൾ 3 വർഷങ്ങളോളം നീണ്ടുനിന്നു. ഇക്കാലയളവിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് വിശ്വാസ ചാഞ്ചല്യമുണ്ടായില്ല. അതിനാൽ ഒടുവിൽ രാജകൽപ്പന പ്രകാരം കാറ്റാടിമലയിൽ വെച്ച് 14/1/1752 വെടിവെച്ച് കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മൃതശരീരം മൃഗങ്ങൾ ഭക്ഷിക്കുന്നതിനു വേണ്ടി വനത്തിനുള്ളിൽ ഉപേക്ഷിച്ചു.
പിന്നീട് കാട്ടിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ കോട്ടാറിലുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ദേവാലയത്തിൽ ബലിപീഠത്തിന് മുമ്പിൽ അടക്കം ചെയ്തു. ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾ ഇന്നും അദ്ദേഹത്തെ സ്നേഹിക്കുകയും വിശുദ്ധനായി വണങ്ങുകയും ചെയ്യുന്നു. രക്തസാക്ഷി ദൈവസഹായം പിള്ള അനുഭവിച്ച വേദനകൾ, രാജാവിനെയും ദേവന്മാരെയും അപമാനിച്ചെന്ന കുറ്റം ആരോപിക്കപ്പെട്ടു. ഏകനായ തടവറയിൽ അടച്ചു. എരിക്കിൻ പൂമാലയിട്ട് എരുമപ്പുറത്ത് കയറ്റി പരിഹസിച്ചു കൊണ്ടുപോയി. ഉള്ളംകാലിൽ ചാട്ടവാറ കൊണ്ട് 30 അടി കൊടുത്തു. 8 താലൂക്ക് അധികാരിയുടെ മുമ്പിൽ വിചാരണ നടത്തി. വെയിലത്ത് കരിങ്കൽ തൂണിൽ കെട്ടി നിർത്തി. എരുമപ്പുറത്തുനിന്ന് വീണപ്പോൾ വഴിയിലൂടെ എരുമ വലിച്ചുകൊണ്ടുപോയി. മുളക് തിളപ്പിച്ച് ആവിയിൽ ശ്വാസം പിടിക്കാൻ നിർത്തി. മരപ്പെട്ടിക്കുള്ളിൽ ഉറുമ്പിനെ ഇട്ട് കടിക്കുന്നതിനായി അടച്ചു വെച്ചു. പാമ്പ്, തേള് മുതലായ വിഷജന്തുക്കളെ ഇട്ട മുറിയിൽ വാ മൂടിക്കെട്ടി നിർത്തി. തിളച്ചു പോകുന്ന ചുണ്ണാമ്പ് ചൂളയിൽ നിർത്തി. ദുർഗന്ധം വയ്ക്കുന്ന കുരങ്ങൻ കൂട്ടിലടച്ചു. കൈകാലുകൾ തടിയിൽ കെട്ടി തൂക്കിക്കൊണ്ടുപോയി തോക്കുകൊണ്ട് വെടിവെച്ചു കൊന്നു. ഈശോയുടെ സ്നേഹം കൊണ്ട്, ഈശോയുടെ കുരിശുമരണത്തോട് ചേർന്ന് തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ ഏറ്റെടുത്തതുകൊണ്ട് ഇവിടെ ഈ കാറ്റാടിമലയിൽ നമ്മൾ വരുമ്പോൾ ഈശോയുടെ കുരിശിൻ്റെ വഴികളുടെ ആ പ്രാർത്ഥനയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ 14 സ്ഥലങ്ങളും ഇവിടെ മനോഹരമായിട്ട് ഒരുക്കി നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ വരുമ്പോഴൊക്കെ ഈശോയുടെ കുരിശുമരണത്തോട് കുരിശിൻ്റെ വഴികൾ ധ്യാനിച്ച് ഈ കാറ്റാടിമലയിൽ ഇവിടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ദൈവാനുഭവത്തിൻ്റെ കണിക, ഒരു തണുപ്പ് അനുഭവപ്പെടാനിടയാകുന്നുണ്ട്. വിശ്വാസത്യാഗം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിനു വേണ്ടി ധീരമായി നിലകൊണ്ട് സ്വന്തം ജീവൻ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ദൈവസഹായം വെള്ള നമുക്ക് മുന്നിൽ മാതൃകയാവട്ടെ.